ഗൗരിയെ കാണിക്കുന്നേ? ഈ സമയത്ത് നിലവിളക്കി തുടരുതെന്ന് അറിയില്ലേ? നീ എന്തോ നോക്കുന്നേ? ഞാൻ എന്തെങ്കിലും അപശകുനം ഉണ്ടോ നോക്കുമായിരുന്നു അമ്മ. എന്താ അപശകുനം? അല്ല, ഇന്നലെ രാത്രി എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. മോള് പേടിക്കണ്ട, അമ്മ ഇത് ജോലിസിന് എടുത്ത് പോകുന്നു. മോളിപ്പോ സ്കൂളിൽ പോകും. ചേച്ചി, ബസ് പോയോ? അറിയത്തില്ല. നീ ഇതുവരെ പോയില്ലേ? സാധാരണ പോകുന്ന ബസ് പോയല്ലോ. അയ്യോ, പോയോ? കൊള്ളാം. അപ്പോ ഇന്നലെയും എന്തോ കണ്ട് പേടിച്ചു അല്ലേ? എന്തായിരുന്നു ഇന്നലത്തെ വിഷയം? നീ ഇവിടെ എന്തെടുക്കാ ക്ലാസ്സിൽ പോവാണ്ടേ? ഞാൻ ആ കറുത്ത പൂച്ച ഉണ്ടോ? അവിടെ ഒരു പൂച്ച. ഗൗരി, താൻ എന്തെടുത്തോണ്ടിരിക്കുകയാണോ? ഞാൻ എന്താ പഠിപ്പിച്ചതെന്ന് അറിയാതിരിക്കാൻ? താൻ എന്തെങ്കിലും പഠിപ്പിച്ച് ഹോംവർക്ക് ചെയ്തോ? അതും ഇൻകംപ്ലീറ്റ്. എനിക്ക് വയ്യ ഈ കൊച്ചിനെ കൊണ്ട്. നമുക്ക് പഠിക്കാം. അപ്പൊ എല്ലാവരും അസൈൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എല്ലാവരും ടേബിളിലേക്ക് സബ്മിറ്റ് ചെയ്ത് കേട്ടോ. അല്ല, നീ എടുത്തായിരുന്നല്ലോ അല്ലേ അസൈൻമെന്റ്? ഇല്ല, ഞാൻ നിനക്ക് മെസ്സേജ് ഇട്ടിരുന്നായിരുന്നല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. വിളിച്ചപ്പോ നീ ഫോൺ എടുത്തില്ല, അതാണ് മെസ്സേജ് ഇട്ടത്. സാരമില്ല, നമുക്ക് നോക്കാം. ഗാഥ, നീ എന്താ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനൊക്കെ മാർക്കുള്ളതാ. ഞാനിന്ന് ആ പൂച്ച കുറുക്ക് ചാടി ഓർത്ത് നിൽക്കുമായിരുന്നു. അതിന് പണ്ടെൻ്റെ അമ്മാവൻ ഇങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും പൂച്ച കുറുക്ക് ചാടി. അപ്പോൾ അമ്മാവനോട് അമ്മൂമ്മ പറഞ്ഞതാ പോവണ്ടാന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ അമ്മാവൻ പോയി. പിന്നീട് ആരും അമ്മാവനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കും ഒരു പേടി, ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കുമോന്ന് എന്തോ ഒരു പേടി. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്താ ഇങ്ങനെ പിച്ചും പെയ്യൊക്കെ പറയുന്നേ? ഈ വന്ന കാലം ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ? നിനക്ക് വിശ്വാസമല്ലേ വിശ്വസിക്കേണ്ട, പക്ഷെ ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നീ ഇപ്പൊ എന്തായാലും വാ, ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. എടീ, നിന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. ആരാണ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്? നമ്മൾ ഇന്ന് പഠിച്ചത് അഖില, പറയാമോ? ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റെസ്പിറേഷൻ. വെരി ഗുഡ്, പ്ലീസ് ഇറ്റ്. നമ്മൾ കേട്ടിട്ടുണ്ട് രാത്രികാലം ആഴ്ചവെട്ടില് ആരും കിടന്നുറങ്ങരുത്. അതെന്തുകൊണ്ടാവാം? അത് ദോഷമായതുകൊണ്ടല്ലേ ടീച്ചറെ? ഒരിക്കലുമല്ല. രാത്രികാലങ്ങളിൽ ആത്മശ്വരത്തിൽ നിന്നും അമിതമായ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഇത് ശ്വസിക്കുന്നത് മനുഷ്യ ശരീരത്തിന് ആപത്തായതിനാലാണ് രാത്രി യാത്രകൾ വിലക്കിയിരിക്കുന്നത്. ഇത് ഒരുപാട് മിസ്കൺസെപ്ഷൻസ്, ഇതുപോലെ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളവ പിൽക്കാലത്ത് അന്ധവിശ്വാസങ്ങളായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കാലാട്ടുന്നത് ദോഷം, രാത്രിയിൽ നഖം വെട്ടുന്നത് ദോഷം, സ്ത്രീകൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ തുളസി, കറിവേപ്പ് മുതലായ ചെടികളിൽ തൊടുന്നത് അത് കരിഞ്ഞു പോകാൻ ഇടയാകും, കരിമ്പൂച്ചയെ കാണുന്നതും അത് വട്ടം ചാടുന്നതും, അതേപോലെ കാക്ക തെക്കോട്ട് പറക്കുന്നത് കാണുന്നതൊക്കെ ബാഡ് ഓമൻ എന്ന് പറയുന്ന പോലുള്ള ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും വിശ്വാസങ്ങളായി കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതിനൊന്നും യാതൊരു വിധത്തിലുമുള്ള സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. പണ്ടത്തെ പ്രായമായവർ കട്ടിലിൻ്റെ അടിയിൽ
കോളാമ്പി വെക്കുമായിരുന്നു. അതാരുടെയും കാലുകൊണ്ട് താഴെ വീഴാതിരിക്കാനാണ് കാലാട്ടരുത് എന്ന് പറഞ്ഞിരുന്നത്. അതേപോലെ പണ്ട് രാത്രിയിൽ കറണ്ട് ഇല്ലായിരുന്നു. ഇരുട്ടിൽ നഖം വെട്ടി മുറിയുന്നത് ഒഴിവാക്കാനാണ് അത് വിലക്കിയിരുന്നത്. കരിമ്പൂച്ചയാണ് മറ്റൊരു വിഷയം. ജപ്പാനിൽ കരിമ്പൂച്ച വട്ടം ചാടുന്നത് ഗുഡ് ലക്കാണ്. എന്നാൽ ഇംഗ്ലണ്ടിൽ വെളുത്ത പൂച്ചയാണ് ബാഡ് ലക്ക്. കരിമ്പൂച്ചയെ ഗുഡ് ലക്കായി കാണുന്ന കുറേ രാജ്യങ്ങളുണ്ട്. സ്കോട്ട്ലാൻഡ്, ജപ്പാൻ, അങ്ങനെയാണ്. കരിമ്പൂച്ചയെ ഗുഡ് ലക്കായി കാണുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ഇതിനൊന്നും യാതൊരു വിധത്തിലുമുള്ള സയന്റിഫിക് എവിഡൻസും ഇല്ല. എന്താടി അവിടെ ഒരു ബഹളം? നീ അറിഞ്ഞില്ലേ, നമ്മുടെ കിറ്റി വീണയും ശിവാനയും വീടിനടുത്ത് നിന്ന് ഒരു പാമ്പിനെ പിടിച്ചു.